കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 26 ശ്ലോകം 28. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഉദ്ധവ അങ്ങനെ എന്താണ് ഈ അതായത് സജ്ജനങ്ങൾ എപ്പോഴും എൻ്റെ ലീലകളെ പറ്റി പറയുകയാണ് ചെയ്യുക. അതായത് അവരുടെ വാക്കുകളിൽ എപ്പോഴും വിഷയം എൻ്റെ ലീലകളും എൻ്റെ കീർത്തിയാണ്. അപ്പോൾ അത് കേട്ടാൽ തന്നെ കേൾക്കുന്നവരുടെ സർവ്വപാപങ്ങളും സർവ്വവാസനകളും നശിക്കുന്നു എന്ന് പറയുകയാണ്. അതാണ് സജ്ജന സംസർഗം എത്ര വലുതാന്ന് പറയണത്. അതുകൊണ്ടാണ്. കാരണം സജ്ജനങ്ങളെപ്പോഴും എൻ്റെ കഥകളെപ്പറ്റി പറയുക, എൻ്റെ കീർത്തിയെപ്പറ്റി പറയുക, അല്ലെങ്കിൽ എൻ്റെ ലീലകളെപ്പറ്റി പാടുകയോ പറയുകയൊക്കെ ചെയ്യണം, എപ്പോഴും ചെയ്യുക. അപ്പം അത് കേട്ടാൽ തന്നെ, ഭക്തിയോടുകൂടി ശ്രവിച്ചാൽ തന്നെ എല്ലാവരുടെയും ആ കേൾക്കുന്നവരുടെ ഒക്കെ ദുർവാസനകളൊക്കെ നശിക്കും എന്ന് പറയണം അതിലല്ലേ. അതായതാണല്ലോ ചെവി കൊണ്ട് കുടിച്ചാൽ മതിയെന്ന് അതാ പറയണത്. ഇനി 29. തായേ ശൃണ്വന്തി ഗായന്തി ഹ്യനുമോദന്തി ചാദൃതാ മത്പരാഃ ശ്രദ്ധധാനാശ്ച ഭക്തിം വിന്ദന്തി തേ മയി. എന്താണ് 29 പറയണ, നമുക്ക് നോക്കാം. മേ യേ മത്പര, അവർ എന്നിൽ തന്നെ മുഴുകി, താഹ ആദൃതാഹ, അതായത് എന്നിൽ തന്നെ യേ മത്പരാഹ, അവർ എന്നിൽ തന്നെ മുഴുകിയവരായിട്ട്, താഹ ആദൃതാഹ, ആ കഥകളിൽ വളരെ ആദരവോടുകൂടിയവരായി, എന്നിൽ തന്നെ മുഴുകി എൻ്റെ കഥകളിൽ വളരെ ആദരവോടുകൂടിയവരായി, ശ്രദ്ധധാനാച്ച, നല്ല ശ്രദ്ധയോടുകൂടിയവരായി, ശൃണ്വന്തി, ശ്രവണം ചെയ്യുന്നുവോ, അനുമോദന്തി, ശ്രവണം ചെയ്തതിനെ അനുമോദിക്കുന്നുവോ, അതിഷ്ടാവുക, അത് ഗായന്തിച്ച, അപ്രകാരം ഗാനം ചെയ്യുന്നുവോ, അതായത് ഭഗവാന്റെ കീർത്തികളെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കീർത്തനങ്ങൾ അങ്ങനെയാണല്ലോ. തേഹി, അവർ നിശ്ചയമായും മയി, എന്നിൽ ഭക്തി മിന്ദമതി, ഭക്തിയെ പ്രാപിക്കുന്നു. എന്താ പറഞ്ഞു വെച്ചാൽ ഭക്തി ഉണ്ടാവാനുള്ള ഇതും കൂടിയാണ് പറയണത് കേട്ടോ. അതായത് എന്താണ് 32 അല്ലേ, അതെ. അതായത് അതെ, അവർ ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ എന്താണ് ചെയ്യുക, എപ്പോഴും, അല്ലെങ്കിൽ ഭക്തിയുള്ള ആരാണ്, അങ്ങനെ പറയാൻ വേണമെങ്കിൽ ആരാണ്, ഏത് ആൾക്കാരാണ് ആദരവോടുകൂടി, ഏത് ഭക്തന്മാരാണ് ആദരവോടുകൂടി ഭഗവത് കഥകളെ കേൾക്കുകയും പാടുകയും അനുമോദിക്കുകയും ചെയ്യുന്നത്, അവർക്ക് അവരൊക്കെ അവരുടെ ഭക്തി വർദ്ധിച്ചിട്ട് അവരെന്നിൽ തന്നെ മനസ്സ് ഊന്നിയവരായിത്തീരും. അതാണ്. അതായത് ആദ്യം അത്രയ്ക്ക് ഭക്തി ഇല്ലെങ്കിൽ പോലും കുറച്ച് ഭക്തിയൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ, എന്നാൽ തന്നെ നമ്മൾ കുറച്ച് ഭഗവാനെ മനസ്സിൽ ഊന്നിയവരാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും ഭഗവാനെ വിചാരിക്കണമെന്നില്ല, കുറേശ്ശെ മനസ്സിൽ ഭഗവാനെ വിചാരിക്കുന്നവരാണെങ്കിലും അവർ എൻ്റെ കഥ ആദരവോടുകൂടി കേൾക്കുകയും അതിനെ ആദരവോടുകൂടി കേട്ട് അതിനെ അനുമോദിക്കുകയും, അതുപോലെ അവനവൻ തന്നെ ഭജനകളൊക്കെ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടുകയും ചെയ്തു വെച്ചാൽ അവരുടെ ഭക്തി വർദ്ധിക്കും. അതാണ് പറഞ്ഞ ഭഗവാൻ, അവരിലൊക്കെ എന്നിലുള്ള ഭക്തി നല്ലോണം വർദ്ധിച്ച് അവരെ എന്നിൽ ഭക്തിയെ പ്രാപിക്കുന്നു എന്ന്. അതാണ് ഭക്തി വർദ്ധിക്കാൻ ഇതൊക്കെ സഹായിക്കും. ഭഗവത് കഥകൾ കേൾക്കുക, ആദരവോട് കൂടിയിട്ട് ഭഗവത് പറയുക, ഭഗവത് കഥകൾ പാടുക ഒക്കെ ചെയ്താലേ. തായേ ശൃണ്വന്തി ഗായന്തി ഹ്യനുമോദന്തി ചാദൃതാ മത്പരാഹ ശ്രദ്ധധാനാശ്ച ഭക്തിം വിന്ദന്തി തേ മയി. ശ്രദ്ധയോടുകൂടി ഇതെന്ത് ചെയ്താലും ഭക്തി വർദ്ധിക്കും. ഭക്തിം ലബ്ധവത സാധോ കിമന്യദവശിഷ്യതേ മയ്യനന്ദഗുണേ ബ്രഹ്മണ്യാനന്ദാനുഭവാത്മനി. എന്താണ് ഭക്തിം ലബ്ധ്വ, അതല്ലേ. അപ്പോൾ അനന്തഗുണങ്ങളോട് കൂടിയവനും അല്ലേ ഭഗവാൻ, എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണല്ലോ. ബ്രഹ്മൻ തന്നെ സ്വരൂപം പൂണ്ടവനും ആനന്ദാനുഭവാത്മനി, ആനന്ദസ്വരൂപനുമായ എന്നിൽ
ഭക്തി ലഭിച്ച ഭക്തിം ലബ്ധവന്ത ഭക്തി ലഭിച്ചവന് സാധോഹോ അങ്ങനത്തെ ഒരു സാധുവിന് അല്ലെങ്കിൽ സജ്ജനത്തിന് അന്യത് കിം അവശിഷ്യതേ വേറെ കിട്ടേണ്ടതായിട്ട് എന്താണുള്ളതാണ്? എന്താണ് ഭഗവാൻ പറയണേ? അതായത് ഭഗവാനെ ഇങ്ങനെ എന്താ പറയുക, അനന്ത കല്യാണ ഗുണസ്വരൂപനും പരബ്രഹ്മം തന്നെ അല്ല സച്ചിദാനന്ദ സ്വരൂപനും അനന്ത കല്യാണ ഗുണസ്വരൂപനും സച്ചിദാനന്ദ സ്വരൂപനും പിന്നെന്താണ് കാലസ്വരൂപനും കാലദേശാവധിഭ്യാം നിർമുക്തനും അല്ലേ ഒക്കെ ആയിട്ടുള്ള എന്നിൽ നല്ല ഭക്തി വന്നു കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ എന്താണ് ഇനി കിട്ടാൻ ബാക്കിയുള്ളതെന്ന്. അതായത് ആ ഭക്തി കൊണ്ട് മോക്ഷം കിട്ടും. പിന്നെന്താ? അങ്ങനെ അനന്യമായിട്ടുള്ള ഭക്തി ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ളത് ഒന്നുമില്ല എന്നർത്ഥം. അതാണ് ചോദിച്ചത്, അയാൾക്ക് കിട്ടേണ്ടതായിട്ട് ഇനി എന്താ ഉള്ളതെന്ന്. ഒന്നുമില്ല. അനന്യ ഭക്തി ഭഗവാനിൽ ഉണ്ടായാൽ പിന്നെ ആ ആൾക്ക് ഇനി വേറെ ഒന്നും ലഭിക്കേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. അത്ര ദിവ്യമായിട്ടുള്ള ഭക്തി എന്നിൽ ഉള്ള ആൾക്ക് പിന്നെ ഒന്നും കിട്ടാൻ ബാക്കിയുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല ഉദ്ധവ എന്നാണ് പറയണത്. വെച്ചാൽ ഇതിലധികം ഭാഗ്യമായിട്ട് കിട്ടേണ്ട കാര്യം വേറെ ഒന്നുമില്ല എന്ന്. ഭക്തി തന്നെയാണ്. ഭക്തി ഉണ്ടാവുക മാത്രമേ വേണ്ടൂ. ഭക്തിം ലബ്ധവത സാധോ കിമന്യത് അവശിഷ്യതേ. ഇനി എന്താ കിട്ടാൻ ബാക്കിയുള്ളതാണ്? മയ്യ അനന്തഗുണേ ആരിൽ ഭക്തി? അനന്ത കല്യാണ ഗുണസ്വരൂപനും ബ്രഹ്മണ്യാനന്ദ ആനന്ദാനുഭവാത്മനി ബ്രഹ്മം തന്നെ സ്വരൂപം പൂണ്ടവനും സച്ചിദാനന്ദ സ്വരൂപനുമായ എന്നിൽ ഭക്തി ഉള്ളവർക്ക് വേറെ ഒന്നും ലഭിക്കേണ്ടതായിട്ടില്ല. ഇനി യഥോപശ്രയമാണസ്യ ഭഗവന്തം വിഭാവസും ശീതം ഭയം തമോപ്യേതി സാധൂൻ സംസേവതസ്തഥാ. എന്താണ് ഭഗവന്തം വിഭാവസും? അതായത് വിഭാവസു പറഞ്ഞ അഗ്നിയാണ്. അഗ്നി ഭഗവാനെ ഭഗവന്തം വിഭാവസു വിഭാവസും ഭഗവാൻ അഗ്നി ഭഗവാനെ ഉപശ്രയമാണസ്യ അരികിൽ ചെന്ന് നിൽക്കുന്നവന് ശീതം ശൈത്യം തമഹ ഇരുട്ട് ഭയം യഥാ അപ്യേതി എങ്ങനെ ഇല്ലാതാകുന്നു. അതായത് ഇപ്പോൾ വെളിച്ചത്തിൻ്റെ അടുത്ത് പോയാൽ പിന്നെ അയാൾക്ക് അഗ്നിയല്ലേ, ചൂടുണ്ട്. അപ്പം തണുപ്പിൻ്റെ പ്രശ്നമില്ല. വെളിച്ചത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്ന ആളൊക്കെ എന്തില്ല, അഗ്നി ഭഗവാന്റെ അടുത്ത് പോയിരിക്കുന്ന ആളൊക്കെ ചൂടിൻ്റെ പ്രശ്നമില്ല, അല്ല തണുപ്പിൻ്റെ പ്രശ്നമില്ല, ഇരുട്ടിൻ്റെ പ്രശ്നമില്ല, അല്ലേ, ഭയത്തിൻ്റെ പ്രശ്നമില്ല. കാരണം ഇരുട്ടൊക്കെ ആണെങ്കിൽ ഭയം ഉണ്ടാവില്ല, ഇരുട്ടില്ലല്ലോ, ഭയമില്ല. തഥാ അങ്ങനെ സാധൂൻ സംസേവന സാധുക്കളെ സേവിക്കുന്നവന് ഒരിക്കലും സജ്ജനങ്ങളെ സേവിക്കുന്നവന് ഈ സംസാര ഭയവും അല്ലെങ്കിൽ പിന്നെ കർമ്മം ചെയ്യാനുള്ള ഒരു ജാഡ്യതയും അജ്ഞാനവും അജ്ഞാനമാകുന്ന അന്ധകാരവും ഒക്കെ ഇല്ലാതായി തീരും എന്ന് പറയണം. അതാണ് ഈ 31 പറഞ്ഞത് കേട്ടോ. അതായത് അഗ്നിയെ വേണ്ട പോലെ സമീപിക്കുന്നവർക്ക് തണുപ്പുണ്ടാവുമോ? ഇല്ല. ഭയമില്ല, ഇരുട്ടുമില്ല. അതേപോലെയാണ് സജ്ജനങ്ങളെ വേണ്ടതുപോലെ സേവിക്കുന്നവർക്ക് എല്ലാ ജീവിത ഭയങ്ങളും മാറിക്കിട്ടും എന്നർത്ഥം. എല്ലാ ഭയവും, അതായത് മരണഭയം, ഓരോ ദിവസവും മുമ്പിലേക്ക് പോവാനുള്ള ഭയം, അജ്ഞാനമാകുന്ന ഇരുട്ട് ഒക്കെ മാറും സജ്ജനങ്ങളെ സേവിക്കുന്ന ആൾക്ക്. എന്ന് വെച്ചാൽ അവരും സജ്ജനായി തീരും. അതന്നെ യഥോപശ്രയ മാണസ്യ ഭഗവന്തം വിഭാവസും ശീതം ഭയം തമോപ്യേതി സാധൂൻ സംസേവതസ്തഥാ. അതായത് കർമ്മം കൊണ്ടുള്ള ജാഡ്യതയും ഈ പിന്നെ മരണഭയവും അജ്ഞാനവും ഒക്കെ നശിക്കും. നിമജ്യോന്മജ്ജതാം ഘോരേ ഭവാബ്ധൗ പരമായനം സന്തോ ബ്രഹ്മവിദ ശാന്താഹ നൗർദൃഢേവാപ്സുമജ്ജതാം. എന്താണ് 32 കേട്ടോ. അപ്സുമജ്ജതാം അതല്ല 32 അല്ലേ? അതെ, അപ്സുമജ്ജതാം വെള്ളത്തിൽ പിന്നെ താണു കിടക്കുന്നവർക്കും ദൃഢ നൗഹു ഇവ ദൃഢമായ ഒരു തോണി പോലെ ഘോരേ ഭവാബ്ധവും ഭയങ്കര വെള്ളത്തിൽ പെട്ടുപോയ ഒരാൾക്ക് നല്ലോണം നീന്തലും അറിയില്ല ചോട്ടെ, അയാൾക്കൊരു
ഓടം ഓടം അല്ലെങ്കിൽ തോണി പോലെ ഘോരേ ഭവാബ്ധെ ഭയങ്കരമായിട്ടുള്ള ഈ സംസാരമാകുന്ന സാഗരത്തിൽ നിമജ്ജ മനുജ്ജത മുങ്ങിപ്പോയിരിക്കുന്നവർക്ക് നിമജ്ജത ചെന്ത മുങ്ങിയിരിക്കുന്നവർക്ക് ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവർക്ക് ബ്രഹ്മജ്ഞാനികൾ സജ്ജനങ്ങളെന്നർത്ഥം പറയും. ശാന്തന്മാരായ സാധുജനങ്ങളും ബ്രഹ്മജ്ഞാനികളും വളരെ ശാന്തന്മാരായ സജ്ജനങ്ങളും പരമായനം ശ്രേഷ്ഠമായ ആശ്രയമാണ്. അതായത് എന്താണ്, ഒരു ഉപമ പറഞ്ഞെടുക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരാൾക്ക് ഒരു തോണി എങ്ങനെ ആശ്രയമായി തീരുന്നുവോ അതുപോലെയാണ് സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവർക്ക് ബ്രഹ്മജ്ഞാനികളും സജ്ജനങ്ങളും അതുപോലെ ആശ്രയമായി തീരുന്നു എന്ന് വെച്ചാൽ അവരെ ആശ്രയിച്ച നമുക്ക് സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാം. ഈ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ആൾക്ക് തോണി കിട്ടിയാൽ വെള്ളത്തിൽ നിന്ന് അക്കരയ്ക്ക് ആ തോണിയിൽ പോയിട്ട് രക്ഷപ്പെടാലോ. അതേപോലെ സംസാര സാഗരത്തിൽ മുങ്ങുന്ന ആൾക്കാർക്ക് ബ്രഹ്മജ്ഞാനിയുടെയും ഒരു സജ്ജനങ്ങളുടെയും സഹായം കൊണ്ട് സംസാര സാഗരത്തിൻ്റെ മറുകരയിൽ എത്താം. അത്രയ്ക്ക് പറയുന്നുണ്ട് സജ്ജന സംസർഗത്തിൻ്റെ ഗുണം. നിമജ്ജോന്മജ്ജതാം ഘോരേ ഭവാബ്ധൗ പരമായനം സന്തോ ബ്രഹ്മവിദശാന്താഹ നൗർദൃഢേ വാപ്സു മജ്ജതാം. ശരിക്കും ഒരു തോണി പോലെ നമുക്ക് സജ്ജനങ്ങളുടെയും ബ്രഹ്മജ്ഞാനികളുടെയും സംസർഗം കൊണ്ട് സംസാരസാഗരം വിഷമമില്ലാതെ കടക്കാൻ പറ്റുന്നതാണ്. അന്നം ഹി പ്രാണിനാം പ്രാണ ആർത്താനാം ശരണം ത്വഹം ധർമ്മോ വിത്തം നൃണാം പ്രേത്യ സന്തോർവാഗ്ഭിഭ്യതോരണം. എന്താണ്? പ്രാണികൾക്ക് അന്നം ഹി അന്നം തന്നെയാണ് പ്രാണഹ. അല്ലേ? ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പ്രാണികൾക്ക് അന്നം തന്നെയാണ് പ്രാണനെ നൽകുന്നത്. ആർത്താനാം അതായത് ദുഃഖിതന്മാർക്ക് അഹം അതുപോലെയാണ് ദുഃഖിതന്മാർക്ക് ഞാൻ തന്നെയാണ്. എല്ലാ പ്രാണികൾക്കും ഭക്ഷണം എങ്ങനെയാണോ അതുപോലെയാണ് ദുഃഖിതർക്ക് ഞാൻ. അഹം ശരണം. ദുഃഖിതർക്ക് ഞാൻ തന്നെയാണ് അവർക്ക് ശരണം. മനുഷ്യന്മാർക്ക് പ്രേത്യ വിത്തം മരണാനന്തരം എന്താ പരലോകത്തിൽ എങ്ങനെ ധനം മരിച്ചു കഴിഞ്ഞാലേ ധനം ധർമ്മമോ സന്തഹ സാധുജനങ്ങൾ അർവാക് സംസാരത്തിൽ ബിഭ്യത പേടിക്കുന്നവർക്ക് അരണം ആശ്രയമായി ഭവിക്കുന്നു. എന്താണ്? പിന്നെ 32 നമ്മൾ കഴിഞ്ഞു അല്ലേ? 32 കഴിഞ്ഞുല്ലോ. അതെ, അത് സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പോങ്ങണവർക്ക് ഒരേ ഒരു ആശ്രയം എന്തേയുള്ളൂ എന്ന് പറഞ്ഞല്ലേ. പിന്നെ അന്നാണ് പ്രാണികൾക്ക് പ്രാണൻ അല്ലേ? എല്ലാ പ്രാണികൾക്കും അന്നം ഇല്ലാതെ പ്രാണൻ നിലനിർത്താൻ സാധിക്കില്ല. എന്നാൽ ദുഃഖിതന്മാർക്ക് ബോധരൂപമായിട്ടുള്ള ആത്മാവിനെ മാത്രം, അതായത് എങ്ങനെയാണ് വിശക്കുമ്പോൾ അന്നം കഴിച്ചാലേ പ്രാണൻ നിലനിൽക്കുന്നുള്ളൂ അതുപോലെയാണ് ദുഃഖിതർക്ക് ഈ ആത്മാവിനെ ആശ്രയിക്കുക മാത്രമേ ദുഃഖം മാറാൻ ഒരു ഗതിയുള്ളൂ എന്ന്. അതായത് മരണാനന്തരം നമ്മളെ പരലോകത്ത് നമ്മൾ ചെയ്യണ ധർമ്മമാണ് നമ്മുടെ ഗതി അല്ലേ? വേറൊന്നും ഗതിയില്ല. അതാ പറയണം, മരണാനന്തരം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളാണ് മരണാനന്തരം. പക്ഷേ ഈ സംസാരത്തിലോ അതല്ല, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളാണ് നമ്മളെ നല്ല ദിക്കിലേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഈ സംസാര സമുദ്രത്തിൽ പെട്ടിട്ട് മുങ്ങി പൊങ്ങണവർക്ക് സത്യദർശികളായിട്ടുള്ള സജ്ജനങ്ങൾ മാത്രമേ ഗതിയുള്ളൂ എന്ന്. അതായത് നമുക്ക് ധർമ്മമൊക്കെ അനുഷ്ഠിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ മരണാനന്തരം നമ്മൾ സ്വർഗത്ത് പോവുമായിരിക്കും. പക്ഷേ ദുഃഖിച്ച് എന്താ വേണ്ട നിശ്ചയില്ലാണ്ട് ദുഃഖത്തിൽ ഉഴന്ന് കിടക്കുന്നവർക്ക് സജ്ജനങ്ങൾ മാത്രമേ ഗതിയുള്ളൂ എന്നാണ് പറയണതിൽ 33. എന്താ വെച്ചാൽ ഈ പ്രാണികൾക്ക് അന്നം എപ്രകാരം പ്രാണനാണോ, അവരുടെ പ്രാണൻ നിലനിർത്താൻ പ്രാണികൾക്ക് അന്നം എപ്രകാരം പ്രധാനമാണോ അതുപോലെയാണ് ദുഃഖിതർക്ക് ഞാൻ. അതേപോലെ ദുഃഖിതർക്ക് ഞാൻ എങ്ങനെയാണ് ശരണാവണത്? മനുഷ്യർക്ക് മരണാനന്തരം ധർമ്മം മാത്രമേ
കൊണ്ടുപോകുള്ളൂ. നമ്മൾ വേറെ ഒരു സ്വത്തും കൊണ്ടുപോയില്ല. ചെയ്ത ധർമ്മകർമ്മങ്ങൾ മാത്രം, നമ്മളെ സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അപ്രകാരമാണ് എന്താ ഈ സംസാരത്തിൽ ഭയപ്പെടുന്നവർക്ക് സജ്ജനങ്ങൾ മാത്രമാണ് ഒരാശ്വാസം എന്ന് പറയുകയാണ്. ശരിക്കും അത് എല്ലാം കൊണ്ടും അങ്ങനെയാണല്ലോ. ആലോചിച്ച് നോക്കൂ. പ്രാണികൾക്ക് അന്നമില്ലെങ്കിൽ പ്രാണൻ നിലനിർത്താൻ പറ്റില്ല. ദുഃഖം വരുമ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കുക? ഭഗവാനെ ആശ്രയിക്കും, അല്ലേ? മരണാനന്തരം നമ്മളെ കൂടെ കൊണ്ടുപോകുന്നത് ഒന്ന് മാത്രം, സൽക്കർമ്മങ്ങൾ, ധാർമ്മികമായിട്ട് നമ്മൾ ചെയ്തതേ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളാണ് നമ്മൾ കൂടെ കൊണ്ടുപോകണത്. അത് മാത്രമേ നമ്മളെ സ്വത്തുള്ളൂ. ഒരു സാധനം നമ്മൾ കൊണ്ടുപോയില്ലല്ലോ. അതേപോലെ തന്നെയാണ് സംസാരത്തിൽ ഭയപ്പെട്ടിട്ട്, സംസാര ഭയമുള്ളവർക്ക് ഒരേ ഒരു ഗതിയുള്ളൂ, സജ്ജനങ്ങൾ. അന്നം ഹി പ്രാണിനാം പ്രാണ ആർത്താനാം ശരണം ത്വഹം ധർമ്മോ വിത്തം നൃണാം പ്രേത്യ സന്തോർവാഗ്ഭിഭ്യ തോരണം. വാഗ്ഭിഭ്യത അരണം, അരണം ച അല്ലെങ്കിൽ ശരണം, ആശ്രയം. അരണം ച ശരണം എന്നാണ് അർത്ഥം കേട്ടോ. അവർ മാത്രമേ ആശ്രയമുള്ളൂ. സജ്ജനങ്ങൾ മാത്രമേ സംസാര ഭയം ഉള്ളവർക്ക് ആശ്രയമുള്ളൂ. സന്തോദിശന്തി ചക്ഷുംഷി ബഹിരർക്ക സമുത്ഥിത ദേവതാ ബാന്ധവാ സന്ത ആത്മാഹമേവ ച. 34. എന്താ സന്തഹ മീൻസ് സജ്ജനങ്ങൾ, ചക്ഷുംഷി അല്ലെങ്കിൽ സാധുക്കൾ. ചക്ഷുംഷി അതായത് സഗുണം നിർഗുണം എന്ന ജ്ഞാനങ്ങളാകുന്ന നേത്രങ്ങളെ, അതായത് ജ്ഞാനാണ് അവരുടെ നേത്രം. ചക്ഷുംഷി സജ്ജനങ്ങളുടെ നേത്രങ്ങളെ ദിശന്തി നൽകുന്നു. സമുത്ഥിത അർക്കഹ നല്ലപോലെ ഉദിച്ചുയർന്ന സൂര്യൻ, ബഹി ഏവ പുറത്ത് ഒരു നേത്രം മാത്രമേ നൽകുന്നു. അതായത് ഒരു റേ. സന്തഹ സാധുക്കൾ തന്നെയാണ് ദേവതാഹ ദേവതകളും, ബാന്ധവാഹ ബന്ധുക്കളും, സാധഹ സാധുക്കളും, ആത്മാവും, അഹം ച ഞാനും. അത്രയ്ക്ക് സജ്ജനത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട ഭഗവാനെ. സംസാര സമുദ്രത്തിൽ പെട്ടുള്ളവർക്ക് സജ്ജനങ്ങൾ മാത്രം ഗതി എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ. സജ്ജനങ്ങൾ എന്താ കാരണം വെച്ചാൽ സജ്ജനങ്ങൾക്ക് എല്ലാം വേണ്ട പോലെ കാണാനുള്ള കണ്ണുകൾ ഉണ്ട് സജ്ജനങ്ങൾക്ക്. എന്നാ സൂര്യനോ അകത്ത് കണ്ണില്ല. സൂര്യൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പുറത്തേ കാണാൻ പറ്റുള്ളൂ, അകത്തൊന്നും കാണാൻ പറ്റില്ല, അല്ലേ? സൂര്യ വെളിച്ചം നമുക്ക് പുറം കാണാനുള്ള കണ്ണേ തരുന്നുള്ളൂ, അല്ലേ? എന്നാലോ ദേവതമാരും ബന്ധുക്കളും ഒക്കെ ശരിക്കും പറയാച്ചാൽ സജ്ജനങ്ങളാണ്. കാരണം അവർക്ക് ഉള്ളും പുറവും ഒരുപോലെ കാണാനുള്ള കണ്ണ് നമുക്ക് തരും സജ്ജനങ്ങൾ. അതായത് സജ്ജന സംസർഗം കൊണ്ട് നമുക്ക് പുറത്തേക്ക് സൂര്യൻ തരുന്ന പോലെ പുറത്ത് കാണാനുള്ള കണ്ണും വേറെ ആർക്കും നൽകാൻ പറ്റാത്ത അകത്തേക്ക് നോക്കാനുള്ള കണ്ണും സജ്ജനങ്ങളെ തരുള്ളൂ. സൂര്യൻ നമ്മളെ പുറത്തേക്ക് നോക്കാനുള്ള കണ്ണ് തരുന്നു, കാരണം പുറത്തേക്ക് നോക്കണതൊക്കെ മനസ്സിലാവും വെളിച്ചത്ത്, അല്ലേ? പക്ഷെ സജ്ജനങ്ങളുടെ സാമീപ്യം കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാവുക? പുറത്തും എന്ത് നടക്കുന്നു എന്ന് കാണാൻ പറ്റും, അകത്ത ഉൾക്കണ്ണും നമുക്ക് തരും. എല്ലാം വേണ്ട പോലെ കാണാൻ, അതാണ് നന്മയും തിന്മയും എല്ലാം വേണ്ട പോലെ കാണാനുള്ള കണ്ണ് തരും. അതുകൊണ്ടാണ് പറയണേ ദേവതമാരും ബന്ധുക്കളും ഒക്കെ സജ്ജനങ്ങൾ തന്നെയാണ് എന്ന് പറയുകയാണ്. നോക്കൂ, ദേവതമാരും ബന്ധുക്കളും ഒക്കെ സജ്ജനങ്ങളാണ്. ആത്മാവും അഹം ച ഞാനാകുന്നു. ആ ആത്മാവും സജ്ജനങ്ങൾ അത്ര പ്രധാനമാണെന്നാണ് ഭഗവാൻ പറയണത്. എന്തറിയോ, സജ്ജനങ്ങൾ ഭഗവാന്റെ സഗുണഭാവവും നിർഗുണഭാവവും നമുക്കറിയാനുള്ള, അതായത് ഇപ്പോൾ നമ്മൾ സജ്ജനങ്ങളുടെ അടുത്ത് പോകുമ്പോഴാണ് നമ്മൾ ആദ്യം സഗുണമായിട്ടാണ് പ്രാർത്ഥിക്കണം വിചാരിച്ചോളൂ. അതായത് നമ്മൾ ഗുണാതീത ആയി പോയാലല്ലേ നിർഗുണ ബ്രഹ്മത്തിനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമ്മളിപ്പോൾ സഗുണാകാരം, കൃഷ്ണൻ അല്ലേ, സഗുണാകാരമാണ് ഭഗവാന്റെ. അപ്പോൾ സഗുണം നിർഗുണഭാവങ്ങൾ അറിയണച്ചാൽ ആദ്യം സഗുണഭാവത്തിനെ പ്രാർത്ഥിച്ച് പിന്നെ നിർഗുണ ബ്രഹ്മത്തിനെ പ്രാർത്ഥിക്കാറാവണം. അപ്പോൾ സഗുണഭാവം അറിയാനുള്ള കണ്ണും നിർഗുണഭാവത്തിൽ എത്തിച്ചേർന്നാൽ നിർഗുണ ബ്രഹ്മത്തിനെ ധ്യാനിക്കാനുള്ള കണ്ണും തരാൻ ഒരാൾക്കേ പറ്റുള്ളൂ, സജ്ജനങ്ങൾക്ക്.
സൂര്യൻ ഉദിച്ചാൽ നമുക്ക് പുറത്തേക്കുള്ളതല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് സജ്ജനങ്ങൾ തന്നെയാണ് ദേവതകളും നമ്മളെ ശരിയായ ബന്ധുക്കളും ആണ് എന്ന് പറയാണ്. മാത്രമല്ല ആത്മാവും സർവേശ്വരനായിട്ടുള്ള ഞാനും ഒക്കെ സജ്ജനങ്ങളാണെന്ന്. ഞാനും കൂടിയും സജ്ജനാണ്. അതായത് ഭഗവാൻ സജ്ജനങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണ്ടേ. അപ്പോൾ ഞാനും സജ്ജനങ്ങൾ തന്നെയാണ്. ഈ ഈശ്വരനായിട്ടുള്ള ഞാനും ബ്രഹ്മവും ഒക്കെ സജ്ജനങ്ങളാണ്. സജ്ജന സംസർഗമാണ് ഭാഗവത പ്രകാരം ഏറ്റവും പ്രധാനം എന്നങ്ങോട്ട് വരുത്തുകയാണ് ഭഗവാൻ. പിന്നെയും പറയുകയാണ് എന്താ, 2 തരത്തിലുള്ള കണ്ണും തരുന്നു നമുക്ക്. പുറത്തുള്ളക്കും അകത്തേക്കുള്ളത് സജ്ജനങ്ങൾ. സൂര്യൻ പുറത്തേക്കേ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയണത് സജ്ജനങ്ങൾ തന്നെയാണ് ദേവതകളും ബന്ധുക്കളും ആത്മാവും ഞാനും ഒക്കെ സജ്ജനങ്ങളാണ്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം ഇനി അവസാനത്തെ ശ്ലോകം 34 വായിച്ചിട്ട്. സന്തോ ദിശന്തി ചക്ഷുംഷി ബഹിരർക്കസമുത്ഥിത ദേവതാ ബാന്ധവാഹ സന്ത സന്ത ആത്മാഹമേവ ച വൈദസേനസ്തതോപ്യേവം ഉർവശ്യാലോകനിസ്പൃഹഃ മുക്തസംഗോ മഹീമേതാമാത്മാരാമശ്ചാരഃ. ഇനി അവസാനത്തെ ശ്ലോകം എന്താണ്? 35. വൈദസേന അഭി പുരൂരവസും. വൈദസേനൻ എന്ന് പറഞ്ഞാൽ അവിടെ പുരൂരവസിനെയാണ് പറയണത്. ഏവം ഈ വിധം ഉർവശിയെ ലോകനിസ്പൃഹ കാണുന്നതിന് ആഗ്രഹം ഇല്ലാത്തവനായിത്തീർന്നു. ഉർവശിയിലുള്ള എല്ലാ രാഗവും അസ്തമിച്ചു. ആരുടെ? പുരൂരവസിൻ്റെ. തഥാ അതുകൊണ്ട് മുക്തസംഗ പൂർണ്ണ വിരക്തനായിട്ട് ആത്മാരാമ ആത്മാവിൽ തന്നെ രമിക്കുന്നവനായിട്ട് ആത്മസ്വരൂപത്തിൽ തന്നെ രമിക്കുന്നവനായിട്ട് ഏതാം മഹിം ഈ ഭൂമിയിൽ ചചാര ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ടേ ഈ ദുഃഖത്തിൽ നിന്ന് പുരൂരവസന ഭഗവാൻ അത് പറഞ്ഞിട്ടാണ് നിർത്തണത്. പുരൂരവസ ഇങ്ങനെ ഉർവശിയിലുള്ള ആഗ്രഹം നിവർത്തിച്ചവനായി, അതായത് ഉർവശിയിലുള്ള ആഗ്രഹവും അറ്റാച്ച്മെൻറ്റും മുഴുവൻ നശിച്ചവനായി ആത്മാരാമനായി ഈ ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞു. രാജ്യം ഭരിച്ചു എന്നും ഉണ്ടട്ടോ, രാജ്യം ഭരിച്ചു. പിന്നെ അങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചു എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. രാജ്യം ഭരിച്ചു എന്ന് അല്ല പറഞ്ഞത്, അല്ലേ? അങ്ങനെ ഉർവശി കാണാനുള്ളതോ ഉർവശിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനോ ഉർവശിയുടെ കൂടെ രതിസുഖം അനുഭവിക്കാനോ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും അസ്തമിച്ചു പുരൂരവസന്. എന്നിട്ട് ഒന്നിലും ആസക്തി ഇല്ലാത്തവനായിട്ട് പരിപൂർണ വിരക്തനായിട്ട് ആത്മാരാമനായിട്ട് പുരൂരവസ ഭൂമിയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തണത്. അപ്പോൾ നമുക്ക് 35 ശ്ലോകത്തോടു കൂടി 26 അധ്യായം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വായിച്ച് നിർത്താം, ഏകദേശം സമയവും പാകാണ്. വൈദസേനസ്തതോപ്യേവം ഉർവശ്യാലോകനിസ്പൃഹ മുക്തസംഗോ മഹീമേതാ ആത്മാരാമശ്ചാര. ചചാര പറഞ്ഞാൽ സഞ്ചരിച്ചു എന്ന്. രാജ്യം കുറച്ചു കാലം ഭരിച്ചു എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അപ്പോൾ നമുക്ക് 26 അധ്യായത്തിന് ചുരുക്കം ഒന്ന് 1 മിനിറ്റിൽ പറയാം. ഭഗവാൻ പറയാണ്, എൻ്റെ സ്വരൂപജ്ഞാനത്തിന് പറ്റണ ഈ ദുർലഭമായ വേറെ ഒരു ജന്മം കൊണ്ടും പറ്റില്ല മോക്ഷം കിട്ടാൻ. അങ്ങനെ എന്നെ ധ്യാനിച്ച് എന്നെ പ്രാപിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യജന്മം സിദ്ധിച്ചിട്ട് അനാസക്തനായി എന്നെ തന്നെ സർവാത്മനാ ശരണം പ്രാപിച്ചാൽ നിനക്ക് മോക്ഷം കിട്ടും. ആ മഹാത്മാവ് 1000 വിഷയങ്ങളുടെ മധ്യത്തിൽ വർത്തിച്ചാലും അത്ര ഭഗവാനിൽ ഇതുണ്ടെങ്കിൽ പിന്നെ എന്താണ് അത്ര മുമുക്ഷുവാണെങ്കിൽ എത്ര വിഷയങ്ങളുടെ മധ്യത്തിൽ വർത്തിച്ചാലും അയാൾക്ക് ബന്ധനം ഉണ്ടാവില്ല. എങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാലും എത്ര ഭഗവത്ഭക്തി ഉണ്ടെങ്കിലും ദുർജനങ്ങളുടെയും വിഷയികളുടെയും സംഘം നമ്മൾ ഉപേക്ഷിക്കാൻ നോക്കണം. അതല്ലേ പറഞ്ഞ ഒരു വിവേകി ഒരിക്കലും നല്ല ഭക്തനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പമാണ് മനസ്സ് മാറിപ്പോവാൻ. അതുകൊണ്ടാണ് വിവേകമുള്ളവർ ദുർജനങ്ങളുടെയും വിഷയികളുടെയും സംഘം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു, അല്ലേ? അതായത് അത്ര ഉറച്ചിട്ടില്ല ഭക്തി ചോട്ടെ എന്നാൽ അതിൽ നിന്ന് നമുക്ക് അധപ്പതനം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. പണ്ട് പുരൂരവസ എന്ന ചക്രവർത്തി, എന്നിട്ട് ഭഗവാൻ പുരൂരവസൻ്റെ പറയുകയാണല്ലോ, പുരൂരവസ എന്ന ചക്രവർത്തി ഉർവശിയിൽ അത്യാസക്തനായി, അല്ലേ? എന്നിട്ട് വളരെ കാലം അദ്ദേഹം അവളോടുകൂടി രമിച്ച് രാത്രിയും പകലും പോയത് അറിഞ്ഞില്ല.
എന്നിട്ടോ അവളെ എല്ലാവരെയും വിട്ടുപോണ പോലെ അങ്ങട് അങ്ങനെ ഇല്ല അവൾക്ക്. പക്ഷെ ഇങ്ങട് അവളെല്ലാമായി തീർന്നു പുരൂരവസനെ. പക്ഷെ അങ്ങടെ അവളെ തന്നെ വിട്ടുപോയപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അവളുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് നഗ്നനായി ഓടി നടന്നു. അവളുടെ ഉപദേശപ്രകാരം യജ്ഞം ചെയ്തിട്ട്, അത് ദുഃഖം മാറാൻ അവൾ തന്നെ ഉപദേശിച്ചു, യജ്ഞം ചെയ്ത് ഗന്ധർവലോകം എത്തി. കുറെ കഴിഞ്ഞപ്പോൾ തന്നെ ദുഃഖിച്ച് വിരക്തി വന്നു. എന്നിട്ട് പാടുന്ന പാട്ടാണ് പുരൂരവസ് പാടുന്ന വിരക്തിയും വിവേകവും വന്നതിന് ശേഷം പാടുന്ന പാട്ടാണ് ഏത് ഐളഗീതം എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. അഹോ കഷ്ടം എൻ്റെ മോഹാതിശയം എന്താണ്, എത്ര ഭയങ്കരാണ്. ഉർവശിയാൽ ആലിംഗിതനായിട്ടുള്ള ഞാൻ ആ രതിസുഖത്തിൽ ജീവിതത്തിലെ ദിവസങ്ങൾ പോയതും സൂര്യൻ അസ്തമിച്ചു ഉദിച്ചതൊന്നും ഞാൻ അറിയാതെ പോയില്ലോ. കഷ്ടം. മഹാചക്രവർത്തിയാണെന്ന് അഭിമാനിക്കണം ഞാൻ സ്ത്രീകളുടെ ഒരു കളിക്കോപ്പായിത്തീർന്നു. എന്നെ അവഗണിച്ച്, പൂർണ്ണമായും അവഗണിച്ച് അവളെ എന്നെ വിട്ടുപോയപ്പോൾ ഒരു പ്രാന്തനെ പോലെ ഞാൻ അവളെ അനുഗമിച്ചു. അപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി, സ്ത്രീകളുടെ അധീനത്തിലായ ആയ ഒരാളുടെ വിദ്യയും തപസ്സും ത്യാഗവും ഒക്കെ ഒരു വ്യർത്ഥാണെന്ന് പറയണം. എത്ര വിദ്യയും തപസ്സും ത്യാഗമുള്ള ആളും സ്ത്രീകളുടെ കളിക്കോപ്പായ പിന്നെ അതിനൊന്നും ഒരു വിലയില്ലാണ്ടേ കാമം വർദ്ധിക്കുകയുള്ളൂ. എത്ര അനുഭവിച്ചാലും തൃപ്തി വരില്ല, വർദ്ധിക്കുകയുള്ളൂ, നശിക്കില്ല. ഞാൻ എത്ര ഭോഗങ്ങൾ അനുഭവിച്ചു എന്നിട്ട് എനിക്ക് തൃപ്തി വന്നില്ലല്ലോന്ന്. അതുകൊണ്ടല്ലേ ഞാനൊരു ഭ്രാന്തനെ പോലെ അവളുടെ പിന്നാലെ ഓടിപ്പോയത്. പിന്നെ ഭഗവാൻ ഒഴികെ ആർക്കും ഇങ്ങനെ വിഷയത്തിൽ ഭയങ്കരമായിട്ട് പിന്നെ വ്യാപൃതമായിട്ടുള്ള മനസ്സിനെ മോചിപ്പിക്കാൻ ഭഗവാൻ ഒഴികെ മറ്റാർക്കും കഴിയില്ല എന്നെനിക്ക് ബോധ്യമായി. ഈ കഷ്ടം, മലമൂത്രം നിറഞ്ഞ ഈ ദേഹം എവിടെ കിടക്കണു, എന്നിട്ടും അത് മനോഹരാണെന്ന് വിചാരിച്ച് മനുഷ്യൻ അജ്ഞാനം കൊണ്ട് ഭ്രമിക്കുന്നു. ഈ മലവും മൂത്രവും നിറഞ്ഞ ശരീരത്തിൽ രമിക്കുന്നവരും കൃമികളും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് ഒരു വിവേകി ഒരിക്കലും സ്ത്രീകളിലും അല്ലെങ്കിൽ പുരുഷന്മാരിലും സ്ത്രീലമ്പടന്മാരിലും ഒന്നും സംഘം വയ്ക്കരുത്. കാരണം ആസക്തനാവരുത്. പിന്നെ വാസനകളെ നശിപ്പിക്കണം. അതിന് നമ്മൾ ഇന്ദ്രിയങ്ങളെ ജയിക്കണം, ജിതേന്ദ്രിയനാവണം. അതുകൊണ്ട് ഒരിക്കലും വിഷയങ്ങളിലോ നമ്മൾ സംഘം വയ്ക്കരുത്. ഇങ്ങനെ പാടി ആ മഹാപുരുഷൻ പുരൂരവസ് ഉർവശിയുടെ ലോകത്തുനിന്ന് വിട്ട് പിന്നെ പൂർണ്ണ വൈരാഗ്യം വന്ന് വിവേകം വന്ന് ആത്മാരാമനായിട്ട് എല്ലാ ദിക്കിലും ചുറ്റി നടന്നു. അതുകൊണ്ട് എന്താ പറയണ, വിവേകി ദുർജനസർഗം വിട്ട് സജ്ജനങ്ങളെ മാത്രം ആശ്രയിക്കണം. പരമജ്ഞാനികളും പരമഭാഗവതന്മാരും സജ്ജനങ്ങൾ, അതാണല്ലോ ലക്ഷണം അല്ലേ. അവർ നിരന്തരം ഭഗവാന്റെ ദിവ്യകഥകളും ലീലകളും പാടും, ഭഗവാനെ കീർത്തിക്കും. അങ്ങനെ അത് കേട്ട് എല്ലാ പാപങ്ങളും നശിക്കും. അപ്പോൾ നമുക്ക് മുക്തിക്ക് പോലും ആഗ്രഹമില്ലാതെ ആത്മാരാമന്മാരായി തീരും. ആരെ പോലെ, പുരൂരവസനെ പോലെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.